മുത്തങ്ങ സമരമായിക്കോട്ടെ, ചെങ്കര സമരമായിക്കോട്ടെ, അങ്ങനെ ഗോയിൻകുട്ടി മുതലുള്ള സകല സമരങ്ങളോടും ഐക്യപ്പെടുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിലെ കണ്ടന്റുകളെ പൂർണ്ണമായി തന്നെയാണ് നമ്മൾ സമീപിച്ചിരിക്കുന്നത്. തെറ്റിദ്ധരിക്കരുത്, അതായത് നമ്മൾ ഇതാണ് ചരിത്രം, ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. ഒരു സംവിധാനം നൽകാൻ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് മുന്നിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് ഒരുപാട് ഇൻസിഡൻസിനെ പിക്ക് ചെയ്തിട്ട് നമ്മളെടുത്ത ഒരു സിനിമാറ്റിക് ലിബർട്ടിയാണ് ഈ സിനിമ. 2003 സംഭവിച്ച മുത്തങ്ങ ഇൻസിഡന്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അത് മുത്തങ്ങ സമരത്തെ തന്നെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ സംഭവത്തെ ഡോക്യുമെന്ററി ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. സിനിമയിൽ മുത്തങ്ങ സമരമല്ലേ, അത് വരും തലമുറയിൽ സിനിമയിൽ എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഓൾറെഡി പല സ്ഥലത്ത് പറഞ്ഞാണ്, നമ്മളിതൊരു പെർട്ടിക്കുലർ ഇൻസിഡൻസിനെ പിക്ക് ചെയ്ത് ഡോക്യുമെന്ററി ചെയ്യുന്നതല്ല. ഒരു സംവിധാനം നൽകാൻ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് മുന്നിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് ഒരുപാട് ഇൻസിഡൻസിനെ പിക്ക് ചെയ്തിട്ട് നമ്മളെടുത്ത ഒരു സിനിമാറ്റിക് ലിബർട്ടിയാണ് ഈ സിനിമ. എന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ കാണാൻ പറ്റും. അത്തരം സൂചനകൾ ഈ സിനിമയിലുണ്ട്. നീതിപൂർണമായ സമീപനമാണ് അത്. മുത്തങ്ങ സമരമായിക്കോട്ടെ, ചെങ്കര സമരമായിക്കോട്ടെ, അങ്ങനെ ഗോയിൻകുട്ടി മുതലുള്ള സകല സമരങ്ങളോടും ഐക്യപ്പെടുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിലെ കണ്ടന്റുകളെ പൂർണ്ണമായി തന്നെയാണ് നമ്മൾ സമീപിച്ചിരിക്കുന്നത്. അതിൽ ഇന്നൊരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് എന്നുള്ളത് സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയിരുത്തൽ ഇരിക്കുകയാണ് എന്നാണ് ഈ സമയത്ത് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോ കാരണം 2003 വലിയൊരു ടെറർ നമ്മുടെ വാർത്തകളിലൂടെ നമ്മൾ നേരിട്ട് കണ്ടതാണ്, ഒരു വലിയൊരു ടെററായിരുന്നു. അത് പിന്നെ ഓർമ്മപ്പെടുത്ത തിയേറ്ററിൽ ഇങ്ങനെ ഒരു സ്നേഹികളാണ് കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ട് എന്ത് പ്രാധാന്യമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? വീണ്ടും നിങ്ങൾ മുത്തങ്ങ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2003 സംഭവിച്ച മുത്തങ്ങ ഇൻസിഡന്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അത് മുത്തങ്ങ സമരത്തെ തന്നെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ സംഭവത്തെ ഡോക്യുമെന്ററി ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മൾക്ക് മുൻകാലങ്ങളിൽ നടന്നിരുന്ന മഹാരഥന്മാരായിട്ടുള്ള സംവിധായകർ, എഴുത്തുകാർ, എം ടി സാറ്, ഐ വി ശശി സാറ്, പനജി പണി സാറ് ഒക്കെ അതാത് കാലത്തെ രാഷ്ട്രീയ വിഷയങ്ങളെ പരോക്ഷമായും പ്രത്യക്ഷമായും വിമർശിച്ച സിനിമകൾ ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ബോധ്യങ്ങൾ വെച്ച് അബിൻ ആണ് ഇതിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. അബിന്റെ തിരക്കഥയ്ക്ക് യോജിച്ച തരത്തിൽ എൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങളും സാമൂഹിക ബോധ്യങ്ങളും മാനവിക ബോധ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സിനിമ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് തീർത്തും ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് പാക്കേജും കൂടെ ആ സിനിമയിലുണ്ട്. അതിന്റെ സ്കെയില്, അത് എക്സിക്യൂട്ട് ചെയ്ത ലെവൽ, ടെക്നീഷ്യൻ ബാവയ്ക്ക് അടക്കമുള്ള ഷമീർ, ജെയ്സേട്ടൻ, രംഗേട്ടൻ, അതുപോലെ അഭിനയിച്ചിരിക്കുന്ന ടോബി, സുരാജേട്ടൻ, ചേൻ സാർ, അങ്ങനെ പ്രേംബദ, ആര്യ, പ്രണവ്, അങ്ങനെ നിരവധിയായിട്ടുള്ള ടെക്നീഷ്യന്മാരുടെയും ആർട്ടിസ്റ്റുകളുടെയും പരിശ്രമ ഫലമായി ഉണ്ടാകുന്ന ഒരു വലിയ സ്കെയിൽ സിനിമയായിട്ടാണ് ഇതിനെ നിങ്ങൾ റീഡ് ചെയ്യേണ്ടത്. അതിൻ്റെ അകത്തുള്ള വരികൾക്കിടയിലുള്ളത് നിങ്ങൾ തിയേറ്ററിലിരുന്ന് കൃത്യമായി നിങ്ങളൊരു ഊഹം വെക്കുന്നതിനപ്പുറത്ത് തിയേറ്ററിലിരുന്ന് നിങ്ങൾ കണ്ടിട്ട് അതിൽ നിങ്ങൾക്ക് എന്ത് റീഡിങ്ങാണ് കിട്ടുന്നതിനുള്ള ചോദ്യങ്ങളെ ഉത്തരം പറയുന്നതായിരിക്കും കുറച്ചുകൂടി നമ്മുടെ ഭാഗത്ത് സത്യസന്ധമാവുക എന്നാണ് ഈ സമയത്ത് നമുക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടെ ആഡ് ചെയ്തുകൊണ്ട്, ഈ സിനിമയിൽ നമ്മൾ പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ്. പക്ഷെ അത് ഈ നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ ഫിക്ഷണൽ തന്നെയാണ്. ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു കഥയിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ള ഇൻസിഡൻസിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിന്റെ ഷോർട്ട് ബൈ ഷോർട്ട് ഡോക്യുമെന്റേഷനേ അല്ല ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി കൂടുതൽ ഈ സിനിമയിൽ അതെങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സങ്കേതങ്ങൾ എന്തൊക്കെ, നമ്മുടെ സിനിമയുടെ ക്വാളിറ്റി, സിനിമയിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ പുട്ടിൻ ചെയ്തിട്ടുള്ള എഫേർട്ട്, അതുകൊണ്ട് വന്നിട്ടുള്ള ഔട്ട്പുട്ട് എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ മേന്മയായിരിക്കുക. അത് എന്ത് വിഷയം പറയുന്നു എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. വിഷയമല്ല, ഈ പറഞ്ഞിരിക്കുന്ന വിഷയം മാത്രമല്ല നമ്മൾ ഇതിന്റെ ഒരു മേന്മയായിട്ട് അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ കാണണം എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. നേരെ കുറച്ച് ഈ സിനിമ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു സിനിമയായിട്ട് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ആ സിനിമയിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കും. ആ സിനിമ നിങ്ങളെ ചിന്തിപ്പിക്കും. സിനിമ കണ്ടിറങ്ങിയതിന് ശേഷവും ആ സിനിമ നമുക്കൊരു അതിനകത്തുള്ള ഫിൽം മേക്കിങ്ങും അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കൽ എലിമെന്റ്സും ഒക്കെയാണ് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരിക. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം അത്തരം പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് നമ്മൾ നോക്കി കണ്ടിരിക്കുന്നത്. അത് ഈ തെറ്റിദ്ധരിക്കരുത്, അതായത്
നമ്മൾ ഇതാണ് ചരിത്രം, ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. കാര്യം നമുക്ക് ഒരു സിനിമ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള എലിമെന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്റെ കഥാപാത്രം ഈ സിനിമയിൽ ഒരു ഫിക്ഷണൽ കഥാപാത്രമാണ്. പല കഥാപാത്രങ്ങളും അതുപോലത്തെ ഭൂരിഭാഗം കഥാപാത്രങ്ങളും ഫിക്ഷണൽ കഥാപാത്രങ്ങൾ തന്നെയാണ്. അതിന് നമുക്ക് ഈ സിനിമയായിട്ട് കാണുന്ന സമയത്ത് അതിന്റെ രസചരട് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് സിനിമാറ്റിക് ലിബർട്ടി ഇതിനകത്ത് എടുത്തിട്ടുണ്ട്.